മകളെ, ജെറുസലം വചനക്കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അമ്മയുടെ ജന്മത്തിരുനാളിനോടനുബന്ധിച്ച് ഒരു വലിയ സമൂഹം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഈ 3 മിനിറ്റിൻ്റെ പ്രാർത്ഥന ഏത് ജീവിതത്തെയും മാറ്റിമറിക്കും. വിശ്വസിക്ക്, സ്നേഹത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് നിന്റെ ഭവനത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് കടന്നു വരാൻ പോവുകയാണ്. നശിപ്പിക്കാനല്ല, പണിതുയർത്താൻ വേണ്ടിയിട്ടാണ്. വചനം തരുന്നു. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. മകളെ, മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ 3-ാമത്തെ സുഹൃത പുഷ്പമാണ് അസ്തമിക്കാത്ത സ്നേഹം. അമ്മയെപ്പോലെ സ്നേഹിക്കുന്നൊരു സ്ത്രീരത്നത്തെ എവിടെയാണ് കണ്ടുമുട്ടുവാൻ സാധിക്കുക? പരിശുദ്ധാത്മ തരുന്ന ഫലമാണ് സ്നേഹം. പൗലോസ് പറയുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ നടത്തുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. മക്കളെ, ഓർക്കണേ, സുഗന്ധമില്ലെങ്കിൽ പൂക്കളും നന്മയില്ലെങ്കിൽ മനുഷ്യരും കാഴ്ചയ്ക്ക് ഉപകരിക്കുകയുള്ളൂ, വേറെ ഒന്നിനും ഉപകരിക്കില്ല. അല്ലേ? ശരിയല്ലേ? സുഗന്ധമില്ലെങ്കിൽ പൂക്കളും നന്മയില്ലെങ്കിൽ മനുഷ്യരും കാഴ്ചയ്ക്ക് മാത്രമേ ഉപകരിക്കൂ. പരിശുദ്ധ അമ്മ കാഴ്ചയ്ക്ക് മാത്രമല്ല, അമ്മയുടെ സുഗന്ധം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരു ദരിദ്രൻ്റെ ദുരിത ജീവിതം കണ്ട് ദുഃഖഭാരത്തോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വലിയ ശക്തിയുണ്ട്. എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു പോകുമ്പോൾ, ഒരു സുഗന്ധമായി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടാറുണ്ടോ? എല്ലാവരും പടിയിറങ്ങുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു അഭിഷേകമാണ് പരിശുദ്ധ കന്യാമറിയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വീശട്ടെ. അറ്റുപോയ സ്നേഹബന്ധങ്ങൾ, അറ്റുപോയ ദാമ്പത്തിക ബന്ധങ്ങൾ, അറ്റുപോയ അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ സ്നേഹത്തിൻ്റെ സുഗന്ധ കാറ്റ് നിന്റെ വീട്ടിലും നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പരിസരത്തും അത് പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് നീ അനുഭവിക്കുക. ഒരു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ 3-ാമത്തെ സുഹൃതത്തിൻ്റെ ആ പുഷ്പത്തിൻ്റെ ഒരു സുഗന്ധ കാറ്റ് നമ്മുടെ ഭവനത്തിലൂടെ ഒന്ന് കടന്നു നീങ്ങിയാൽ മതി, അത്ഭുതകരമായിരിക്കുന്ന അടയാളങ്ങൾ സംഭവിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മയുടെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.